മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വി.ഡി. സതീശന് പകരം ഇനി മറ്റൊരാളെയാണ് AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ലീഗിന്റെ നിലപാട് ഈ വിഷയത്തിൽ വളരെ നിർണായകമാകും. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനു ശേഷം നിലപാട് പറയാമെന്നാണ് ലീഗ് നേതൃത്വത്തിന് പറയുന്നത്. വേണുഗോപാലാണ് വരുന്നത് എങ്കിൽ മന്ത്രിസഭയിൽ ചേരാതെ മുസ്ലിം ലീഗ് മാറി നിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ അത്തരം കടുത്ത നിലപാടിലേക്ക് ലീഗ് നേതൃത്വം കടക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. വി.ഡി. അല്ലെങ്കിൽ ലീഗ് നിലപാട് കടുപ്പിക്കുമോ എന്ന കാര്യം നമുക്ക് സരീഷ് പി.കെയോട് ചോദിക്കാം. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇത് തന്നെയാണ് ചോദ്യം. ലീഗ് ഈ വി.ഡി. സതീശൻ അല്ലെങ്കിൽ നിലപാട് കടുപ്പിക്കുമോ, ഒരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ എത്തുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ലീഗ് എന്തായാലും ലീഗിനുള്ളിൽ തന്നെ വലിയൊരു അതൃപ്തിയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് കൃത്യമായൊരു മന്ത്രിസഭ ഉണ്ടാക്കി പോകേണ്ട സമയം കഴിഞ്ഞു. കാരണം 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം. അതിനുശേഷം ഇന്നേ വരെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച പൂർത്തീകരിക്കാനാകാത്തതിൽ കടുത്ത അതൃപ്തി മുസ്ലിം ലീഗിനുണ്ട്. മറുഭാഗത്ത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനപ്പുറത്തേക്ക് പല പേരുകളും ചർച്ച ചെയ്യുകയും പിന്നീട് കോൺഗ്രസിൽ പല ഭാഗങ്ങളായി തിരിഞ്ഞ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം ചെടിവാരി എറിയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതിലും ലീഗിന് അതൃപ്തിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അവസാനമായി ലീഗ് ഇന്നലെ യോഗം ചേർന്നപ്പോഴും കൃത്യമായി നീരസം അകത്തുണ്ടെങ്കിൽ പോലും പുറത്ത് കാണിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പ്രഖ്യാപനത്തിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും പാണക്കാട് തങ്ങൾ പറയും എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിനായി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് പറയുമ്പോഴും അകത്തൊരു നീരസമുണ്ട്. കാരണം വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്തിയിരുന്നു. അത് കൃത്യമായി ഹൈക്കമാൻഡിനെയും ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരെയും അറിയിച്ചിരുന്നു. പക്ഷേ ആ പറച്ചൽ അല്ലെങ്കിൽ ആ ഒരു നിലപാടിനോട് ഹൈക്കമാൻഡ് ഏതെങ്കിലും രീതിയിൽ മുഖം തിരിക്കുകയാണെങ്കിൽ അത് ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ ലീഗിനപ്പുറത്തേക്കുള്ള ചില ഘടകകക്ഷികൾ കൂടി വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരും ഹൈക്കമാൻഡിൻ്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനൊരു താല്പര്യം കാണിച്ചില്ല എന്നൊരു സ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇപ്പോഴും ആരാകും മുഖ്യമന്ത്രി എന്നത് രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് ആർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗ് കടുത്ത നിലപാടിലേക്കൊന്നും പോകില്ല. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ച വന്നിരുന്നത് ഏതെങ്കിലും രീതിയിൽ വി.ഡി. സതീശൻ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ ലീഗ് മന്ത്രിസ്ഥാനം പോലും വേണ്ട എന്ന് വയ്ക്കും എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞിരുന്നത് ഇന്നലെ ലീഗ് യോഗം ചേർന്നപ്പോൾ, അതായത് ആദ്യ ഘട്ടത്തിൽ യോഗം ചേർന്നപ്പോൾ അവിടെ ഒരു തരത്തിലും പാർലമെന്ററി പാർട്ടി നേതാവിനെ പോലും തെരഞ്ഞെടുത്തിരുന്നില്ല. സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ആരൊക്കെ ആകണം മന്ത്രിമാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിക്കും. മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതെല്ലാം തന്നെ മുസ്ലിം ലീഗായിരുന്നു. പക്ഷേ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് കൃത്യമായി പാർലമെന്ററി പാർട്ടി നേതാവ് ആരാകണം, അതോടൊപ്പം തന്നെ മന്ത്രിമാരാരൊക്കെ ആകണം എന്ന കാര്യത്തിൽ പ്രാഥമികമായൊരു നിഗമനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. അത് പാണക്കാട് തങ്ങൾ പരസ്യമായി പറയും എന്നതിനപ്പുറത്തേക്ക് ഇന്നലത്തെ യോഗത്തിൽ തന്നെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്കോ വാഗ്വാദങ്ങളിലേക്കോ ഒന്നും തന്നെ മുസ്ലിം ലീഗ് പോകില്ല. ഏതെങ്കിലും രീതിയിൽ വി.ഡി. സതീശൻ അപ്പുറത്തേക്കൊരു പേരാണ് പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കപ്പെടും. കാരണം ലീഗ് ഏതെങ്കിലും രീതിയിലൊരു എതിർപ്പ് എന്തായാലും പരസ്യമായി പറയില്ല. പക്ഷേ കൃത്യമായി തങ്ങൾക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. ആ അഭിപ്രായം സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് തയ്യാറായില്ല, അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ജനാഭിപ്രായം സ്വീകരിക്കാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷിയോടായിരിക്കും ഈ കാര്യങ്ങൾ ചോദിക്കുക. കാരണം കോൺഗ്രസിൻ്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന രീതിയിൽ ദീപാദാസ് മുൻഷിയുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തുക. അതിനുശേഷം മാത്രമായിരിക്കും, അതിൽ കൃത്യമായൊരു മറുപടി ലഭിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്താനുള്ളൊരു സാധ്യതയുള്ളത്. എന്തായാലും നിലവിൽ പരസ്യമായൊരു അതൃപ്തി ലീഗ് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.